അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഖലം 50 ആയത്ത് വരെ നമ്മൾ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് 51ാമത്തെ ആയത്തൊന്ന് ഓതിയിട്ട് തജ്വീദ് ഒന്ന് നോക്കാം ട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇൻ യകാദുല്ലദീന കഫറൂ ലയുസ്ലിഖൂനക بأبصارهم لما سمعوا الذكر ويقولون إنه لمجنون. നമുക്കിതിൻ്റെ തജ്വീദ് നിയമം ഒന്ന് പറയാം കേട്ടോ. വഇയകദു നൂനിന് ശേഷം യ വന്നു അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. വഇയ യകാദുല്ലദീന കഫറൂ. റോയിന് ശേഷം ഒരു കുഞ്ഞു വാവ് ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 2 ഹറക്കത്ത് നീട്ടിക്കൊടുക്കണം. കഫറൂ കഫറൂ ലയുസ്ലിഖൂനക ലയുസ്ലി. സഇന് സുക്കൂനുണ്ട്, അവിടെ ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. ഫുള്ള് സുക്കൂന്. ലയുസ്ലി എന്ന് പറയരുത്. ലയുസ്ലി ലയുസ്ലി. ഓക്കെ. ലയുസ്ലിഖൂനക ബിഅബ്സാരിഹിം. ബഇന് സുക്കൂന് വന്നാൽ നമ്മൾ ഫുള്ള് സുക്കൂന് കൊടുക്കണം എന്ന് പഠിച്ചതാണ് അല്ലേ? ബിഅബ്സാരിഹിം. ലമ്മ മീമിന് ശബ്ദമുണ്ട് മദ്ദുണ്ട്, നീട്ടാനും ഉണ്ട് കനപ്പിക്കാനും ശബ്ദയും കൊടുത്തിട്ടുണ്ട് അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും ചെയ്യണം. 2 ഹറക്കത്ത് നീട്ടുകയും വേണം കനപ്പിക്കുകയും വേണം. ലമ്മ. ഓക്കെ. ഇവിടെ സമിഉ എന്ന് നീട്ടില്ല കേട്ടോ. കാരണം ഹംസത്തുൽ വസലിന്റെ മുന്നേ നീട്ടാനുള്ള മദ്ദക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യില്ല? അവിടെ നീട്ടില്ല, കൂട്ടിച്ചേർത്ത് ഓതുക ചെയ്യുക. ഓക്കെ. ഇവിടെ കാഫിന് സുക്കൂന് വന്നാൽ ഹാഫ് സുക്കൂനെ കൊടുക്കുള്ളൂ കേട്ടോ. ഫുള്ള് സുക്കൂന് കൊടുക്കൂല. ദിക്റ എന്ന് പറയില്ല. ഓക്കെ. വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. ഇന്നഹു ഹഇന് ശേഷം ഒരു കുഞ്ഞു വാവുണ്ട് അല്ലേ? അവിടെ 2 ഹറക്കത്ത് നീട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് ആ വാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇന്നഹു ലമജ്നൂൻ. ജീമിന് സുക്കൂന് വന്നാൽ ഫുൾ സുക്കൂന് കൊടുത്ത് ഓതണം കേട്ടോ. ലമജ്നൂൻ. നന്നായിട്ട് നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഓക്കെ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഖലമിലെ ഏറ്റവും ലാസ്റ്റത്തെ ആയത്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. 51 ആയത്ത് വരെ നമ്മൾ പഠിച്ചു. 52ാമത്തെ ആയത്ത് നമുക്കൊന്ന് ഓതിയിട്ട് അതിൻ്റെ തജ്വീദ് നിയമങ്ങളും കൂടെ പഠിച്ചാൽ നമ്മുടെ ഖലം തീരാണ്. ഖലം സൂറത്ത് നമ്മൾ തജ്വീദ് സഹിതം പഠിച്ച് മനസ്സിലാക്കി എന്നർത്ഥം. ഓക്കെ. വമാ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. വമാ ഹുവ ഇല്ലാ. ഇവിടെ ലാമിൻ്റെ മുകളിൽ ശബ്ദയും ഉണ്ട്, ലാമിൻ്റെ കൂടെ തന്നെ അലിഫും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ലാമിനെ ഒന്ന് നീട്ടി കൊടുക്കുകയും ചെയ്യാം, ഒന്ന് കനപ്പിക്കുകയും ചെയ്യാം. 2 ഹറക്കത്ത് നീട്ടുക, കനപ്പിക്കുകയും ചെയ്യാം. ഇല്ല. ഓക്കെ. ദിക്റുല്ലിൽ. ഇവിടെ കാഫിന് സുക്കൂനുണ്ട്, ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നെടുത്ത് പറയരുത്. ദിക് അത്രയും മതി കേട്ടോ. ദിക്റുല്ലിൽ. റോയിന് ശേഷം ലാമു വന്നാൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ? റോയിന് ശേഷം ലാമാണ് വരുന്നതെങ്കിൽ അവിടെ കൂട്ടിച്ചേർക്കുക മാത്രമേ ചെയ്യുള്ളൂ, മണിക്കില്ല കേട്ടോ. ദിക്റുല്ലിൽ ആലമീൻ. ഓക്കെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.